ഹായ് ഓൾ, എല്ലാവർക്കും കറണ്ട് അഫെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയറുകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓരോ കറണ്ട് അഫെയറും അനുബന്ധ വസ്തുതകളും പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആര്? ധീരജ് സേത്ത്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ധീരജ് സേത്ത് ആണ്. 2028 ഓഗസ്റ്റ് 31 വരെയാണ് ധീരജ് സേത്തിന്റെ കാലാവധി. ജൂൺ 30 കരസേനാ മേധാവി സ്ഥാനമൊഴിഞ്ഞ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ഉപമേധാവിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി ചുമതലയേറ്റത് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ആരാണ്? നിങ്ങൾ കമന്റായിട്ട് പറയുക. ജപ്പാൻ മാതൃകയിൽ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ജപ്പാൻ മാതൃകയിൽ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. നിലവിൽ വയോജനക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ്. വയോജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിലെ വയോജനങ്ങളുടെ ജനസംഖ്യാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും നമ്മുടെ കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കാണ്ടില. ഗുജറാത്തിലെ കാണ്ടിലയിലുള്ള ദീൻ ദയാൽ പോർട്ട് അതോറിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അടുത്തത്, സംസ്ഥാന തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. സംസ്ഥാന തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി നിലവിൽ വന്നത് സിക്കിമിലാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും വേഗതയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ടാണ് കോടതികളിൽ കടലാസുകളുടെ ഉപയോഗം കുറിച്ച് ഡിജിറ്റൽ സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയാണ് ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജില്ലാ കോടതി ഏതാണെന്ന് ചോദിച്ചാൽ വയനാട്ടിലെ കൽപ്പറ്റ ജില്ലാ കോടതിയാണ്. അതുപോലെ ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊന്നാണ്, ഇന്ത്യയിലെ എല്ലാ കോടതികളിലെയും വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി സുപ്രീം കോടതി അടുത്തിടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വൺ കേസ് വൺ ഡേറ്റ. അപ്പോൾ സുപ്രീം കോടതി അടുത്തിടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വൺ കേസ് വൺ ഡേറ്റ. 2026 കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ എ കൗശികനാണ് കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതിനെ തുടർന്നാണ് ഡോക്ടർ എ കൗശികൻ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. അടുത്തത്, ഇന്ത്യൻ സീനിയർ വനിതാ റഗ്ബി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതാ താരം ആരാണ്? KP ആതിര. ഇന്ത്യൻ സീനിയർ വനിതാ റഗ്ബി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതാ താരം ആണ് KP ആതിര. പാലക്കാട് നെന്മാറ സ്വദേശിനിയാണ് KP ആതിര. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം സോജില തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമാണ് സോജില തുരങ്കം. അതിൻ്റെ നീളം വരുന്നത് 13.153 കിലോമീറ്റർ ആണ്. പ്രധാനമായിട്ടും കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് സോജില തുരങ്കം. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. സമുദ്രം, ജലപാത, റോഡ്, റെയിൽ എന്നിവയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ പേര്? മിഷൻ സമുദ്ര. സമുദ്രം, ജലപാത, റോഡ്, റെയിൽ എന്നിവയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ പേരാണ് മിഷൻ സമുദ്ര. ലോകത്തെ ആദ്യ ട്രില്യണയർ 1 ലക്ഷം കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിയായത് ഇലോൺ മസ്ക് ആണ് ലോകത്തെ തന്നെ ആദ്യ ട്രില്യണയർ 1 ലക്ഷം കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിയായത്.
മസ്കിന്റെ ബഹിരാകാശ ഗവേഷണ കമ്പനിയായ സ്പേസ് എക്സിന്റെ പ്രാഥമിക ഓഹരി വിൽപ്പനയിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ സ്പേസ് എക്സ് ആണ് കമ്പനി, അത് ഓർത്ത് വെച്ചേക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്, ഓർത്ത് വെച്ചേക്കുക. നോർവേ ചെസ് ടൂർണമെന്റിൽ വിജയിയായ ആദ്യ ഇന്ത്യക്കാരൻ ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ വിജയിയായ ആദ്യ ഇന്ത്യക്കാരൻ. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി എന്നാണ് ആരംഭിച്ചത്? 2026 ജൂൺ 15. 2026 ജൂൺ 15-നാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യയാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചത്. അടുത്തിടെ അന്തരിച്ച ജസ്പാൽ റാണ ഏത് കായിക രംഗത്തെ ശ്രദ്ധേയനായ താരമായിരുന്നു? ഷൂട്ടിംഗ്. അടുത്തിടെ അന്തരിച്ച ജസ്പാൽ റാണ ഷൂട്ടിംഗ് താരമായിരുന്നു. 2026 ജൂൺ 12-നാണ് അദ്ദേഹം അന്തരിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡലുകളും അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡലും നേടിയ വ്യക്തിയാണ് ജസ്പാൽ റാണ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏത്? കുട്ടനാട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ കേരളത്തിൻ്റെ നെല്ലറ, കേരളത്തിൻ്റെ നെതർലാൻഡ്, പമ്പയുടെ ദാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 0.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന കൃഷി നടത്തുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം കൂടിയാണ് കുട്ടനാട്. അപ്പോൾ കുട്ടനാട് വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ്, കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയവ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. യുനെസ്കോയുടെ ലോക പൈതൃക കരട് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രം, അത് വർക്കല ക്ലിഫാണ്. അപ്പോൾ വർക്കല ക്ലിഫാണ് യുനെസ്കോയുടെ ലോക പൈതൃക കരട് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രം. കേരളത്തിൻ്റെ ഭാഗമായുള്ള ഒരേയൊരു ഔദ്യോഗിക യുനെസ്കോ പൈതൃക കേന്ദ്രം ഏത്? അത് പശ്ചിമഘട്ട മലനിരകളാണ്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിൻ്റെ ഭാഗമായുള്ള ഒരേയൊരു ഔദ്യോഗിക യുനെസ്കോ പൈതൃക കേന്ദ്രം. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. പശ്ചിമഘട്ട മലനിരകളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണെന്ന് കമൻ്റായിട്ട് പറയുക. 2026 പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? അഹമ്മദാബാദ്. 2026 പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. കായികമേളയുടെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം വീർ എന്നു പേരിട്ട ഏഷ്യാറ്റിക് സിംഹമായിരുന്നു. അപ്പോൾ ഇന്ത്യ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്താണുള്ളത്. 102 സ്വർണ്ണമടക്കം 114 മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. 1-ാം സ്ഥാനത്താണ് ഇന്ത്യ നിലനിൽക്കുന്നത്. അടുത്തത് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയമാണ് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നത്. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം UNEP ആണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ആഗോള പരിസ്ഥിതി ദിന പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ്? 2026 ആഗോള പരിസ്ഥിതി ദിന പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ചത് അസർബൈജാനാണ്. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ നടൻ സലീം കുമാർ അന്തരിച്ചത് എന്നാണ്? 2026 ജൂൺ 6. 2026 ജൂൺ 6-നാണ് നടൻ സലീം കുമാർ അന്തരിച്ചത്. അദ്ദേഹത്തിന് 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2005 അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നടൻ സലീം കുമാറിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നത്. അപ്പോൾ 2026 ജൂൺ 6-നാണ് നടൻ സലീം കുമാർ അന്തരിച്ചത്.
കേരളത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയകളുടെ ശൃംഖല തകർക്കുന്നതിനായി ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനാണ് കേരളത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയകളുടെ ശൃംഖല തകർക്കാനായിട്ട് ആരംഭിച്ച പുതിയ പദ്ധതി. 2026 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്നാണ്? എബോള. എബോള എന്ന രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്നാണ് 2026 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അതും കൂടി ഓർത്തുവെക്കുക. ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിലാണ് റംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനമാണ് ഉത്തർപ്രദേശിന്. മൊത്തം 13 സൈറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ്. ആകെ 20 സൈറ്റുകളാണ് തമിഴ്നാട്ടിനുള്ളത്. 2026 ജൂണിൽ കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആര്? വിശ്വനാഥ് സിൻഹ. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് വിശ്വനാഥ് സിൻഹയാണ്. ഡോക്ടർ എ ജയതിലക് 2026 ജൂൺ 30 വിരമിച്ചതിനെ തുടർന്നാണ് വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര്? പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. 2026 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ പച്ചമുളകിനം ഏതാണ്? KAU തേജസ്വിനി. KAU തേജസ്വിനിയാണ് പുതിയ പച്ചമുളകിനം. ടെറസ് കൃഷിക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചമുളകിനമാണ് തേജസ്വിനി. കേരളത്തിൽ നിലവിൽ ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? VD സതീശൻ. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മറ്റ് വകുപ്പുകളാണ് പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയവയെല്ലാം മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ്. ഭൂകമ്പം കടുത്ത നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മയാണ് ഇന്ത്യ മ്യാൻമാറിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള രക്ഷാദൗത്യം. അപ്പോൾ ഇത്രയും കറണ്ട് അഫെയറുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ്. അറിയാത്തവ ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാണുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്